ഹായ് എവ്രി വൺ, ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ക്ലാസ്സുകളൊന്നും അങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ച് തിരക്കുകളിൽ പെട്ടുപോയി, അതാണ് സംഭവിച്ചത്. അപ്പോൾ ഞായറാഴ്ച കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് ക്ലാസ്സുകൾ അങ്ങനെ വരാതിരുന്നതിൻ്റെ കാരണം അതായിരുന്നു. ഇന്നലെ നമ്മൾ ചെറുതായിട്ടൊരു റിവിഷൻ പോലെ ചെയ്തിരുന്നു. അത് പക്ഷെ ഞാൻ അങ്ങനെ കാര്യമായിട്ട് ക്വസ്റ്റ്യൻസ് ഒന്നും നൽകിയിട്ടില്ല. ഒരു 10-25 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു തന്നത്. കുറെ പോർഷൻ നമ്മൾ പഠിപ്പിക്കാത്ത, ക്ലാസ്സിൽ വീഡിയോസ് ചെയ്യാത്ത പോർഷൻസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ ടൈം ടേബിളിൽ അതിനെ പഠിക്കാൻ വേണ്ടി നമ്മൾ തന്നിട്ടുണ്ടായിരുന്ന പോർഷൻസ് ആയിരുന്നു. അതാണ് അവിടെ നിന്ന് ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. എന്നാലും നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. എല്ലാവരും ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കി എന്നാണ് വിചാരിക്കുന്നത്. 2-3 പേരുടെ കമന്റ് ഞാൻ കണ്ടിരുന്നു, ഇത്ര എളുപ്പമായിട്ടാണ് ക്വസ്റ്റ്യൻസ് വരികയാണ്. ഇത്രയും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാകും, പക്ഷേ കുറെ ക്വസ്റ്റ്യൻസ് അങ്ങനെ അല്ലാതെയും ന്യൂമറിക്കൽസും ഒക്കെ ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ ആദ്യത്തെ സ്റ്റേജിൽ നമ്മൾ കുറച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് നൽകിയെന്നേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോസിൽ നമ്മൾ കുറച്ചുകൂടി നല്ല ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതും ന്യൂമറിക്കൽസും പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഇനി നമുക്ക് വീഡിയോസ്, ക്ലാസ്സുകൾ തുടർന്ന് പോവാം. ഇനി കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കുറച്ച് വർക്കിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് കുറച്ച് ധൃതി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ബിസി ആയിപ്പോയതുകൊണ്ടാണ് വീഡിയോസ് ഉണ്ടാവാതിരുന്നത്. അപ്പം എല്ലാവരും ക്ഷമിക്കാം. ഇനി തൊട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ആക്കമാണ്. ആക്കം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പി എന്ന ലെറ്റർ കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ സവിശേഷ ഗുണമാണ് ആക്കം. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് മാത്രമുള്ള ഒരു ഗുണമാണ് എന്ത്? ആക്കം എന്ന് പറയുന്നത്. ഈ ആക്കം ഒരു നിശ്ചല വസ്തുവിന് ഉണ്ടാവില്ല. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സവിശേഷ ഗുണമാണ് ആക്കം എന്ന് പറയുന്നത്. ഇനി ആക്കത്തിന്റെ കുറച്ച് സ്പെഷ്യാലിറ്റീസ് ആണ് തന്നിട്ടുള്ളത്. ആക്കം എന്ന് പറയുന്നത് പി എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നു. പി ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു പ്രവേഗമാണ്. ആക്കം പി എന്ന് പറയുന്നത് മാസ് ഇൻറ്റു പ്രവേഗമാണ്. മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണനഫലമാണ് ആക്കം എന്ന് പറയുന്നത്. ആക്കം എന്ന് പറയുന്നത് ഒരു സദിശ അളവാണ്, അതായത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആണ്. പ്രവേഗത്തിന്റെ ദിശയിലാണ് ഇത് അനുഭവപ്പെടുന്നത്. ഏത് ദിശയിലാണോ പ്രവേഗമുള്ളത് ആ ദിശയിലായിരിക്കുമല്ലോ ആക്സിലറേഷൻ ഉണ്ടാവുക. ആ ആക്സിലറേഷൻ അനുസരിച്ചായിരിക്കും ഒരു വസ്തു മൂവ് ചെയ്യുന്നത്. അപ്പോൾ ആ ദിശയിലായിരിക്കും ആക്കവും ഉണ്ടാവുക എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് ആണ്. ചലിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കളുടെ മാസും പ്രവേഗവും കൂടുമ്പോൾ അവയ്ക്ക് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടും. ഈ സവിശേഷ ഗുണമാണ് ആക്കം എന്ന് പറയുന്നത്. ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന്റെ മാസവും പ്രവേഗവും ഒക്കെ കൂടുന്ന സമയത്ത് അതിന് ഉളവാക്കാൻ കഴിയുന്ന ആഘാതവും കൂടും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഞാൻ ഒരു കേസ് എടുക്കുകയാണ്. ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് ഒരു കറങ്ങുന്ന കസേര നിങ്ങൾ കൺസിഡർ ചെയ്യാം. അതിൽ നമ്മൾ ആദ്യത്തെ കേസിൽ നമ്മൾ പ്രവേഗമാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഒരു കറങ്ങുന്ന കസേര കൺസിഡർ ചെയ്യുക. ഈ കറങ്ങുന്ന കസേരയിൽ നമ്മളൊരു ചെറിയ പുഷ് കൊടുത്തു. ഒരു ചെറിയ പുഷ് കൊടുത്ത സമയത്ത് അതിനെന്ത് സംഭവിച്ചു? അത് മൂവ് ചെയ്തു. അത് ചെറിയ ദൂരമാണ് മൂവ് ചെയ്യുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു വലിയ പുഷ് കൊടുത്തു. അപ്പൊ വെലോസിറ്റി കൂടിയില്ലേ? അപ്പൊ അത് കുറെ ദൂരം മൂവ് ചെയ്യും, ദീർഘദൂരം മൂവ് ചെയ്യും. അപ്പൊ വെലോസിറ്റി കൂടുമ്പോൾ അതിന്റെ മൂവ് ചെയ്യാനുള്ള ഒരു എഫക്റ്റും കൂടും. ഈ ഒരു സംഭവം തന്നെയാണ് ആക്കം എന്ന് പറയുന്നത്. അതായത് വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് കൂടുന്നുണ്ട്. അതേപോലെ ഇനി മാസിന്റെ കേസിലാണെങ്കിൽ കൂടുതൽ മാസ് ഉള്ള വസ്തുക്കൾക്ക് നമ്മൾ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടി വരും അതിനെ നീക്കണമെങ്കിൽ. പക്ഷെ കുറഞ്ഞ മാസുള്ള വസ്തുക്കൾക്ക് കൂടുതൽ ആക്സിലറേഷൻ കുറഞ്ഞ ബലം കൊണ്ട് തന്നെ കിട്ടും. അപ്പൊ മാസും വെലോസിറ്റിയും ഈ ആക്കത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. മാസ് കൂടുമ്പോൾ ആക്കം കൂടുന്നുണ്ട്, വെലോസിറ്റി കൂടുമ്പോഴും ആക്കം കൂടുന്നുണ്ട്. ഇനി നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിന്റെ ആക്കം എന്ന് പറയുന്നത് 0 ആയിരിക്കും. നിശ്ചലാവസ്ഥയിൽ ഇരിക്കുന്ന വസ്തുവിന്റെ ആക്കം 0 ആയിരിക്കും. ഇനി ആക്കം ഉപയോഗപ്പെടുത്തുന്ന കുറച്ച് സന്ദർഭങ്ങളാണ് തന്നിട്ടുള്ളത്. തോക്കിൽ നിന്നും പായുന്ന വെടിയുണ്ട വസ്തുക്കളിൽ തുളച്ചു കയറുന്നു. നമുക്കറിയാം, വെടിയുണ്ട എന്ന് പറയുന്നത്, ബുള്ളറ്റ് എന്ന് പറയുന്ന ഒരു ചെറിയ വസ്തുവാണ്. പക്ഷെ അത് ഹൈ വെലോസിറ്റിയിൽ വരുന്നതുകൊണ്ടാണ് അതിനൊരു വലിയ ഇന്റൻസിറ്റി ഉണ്ടാവുന്നത്, വലിയ ആഘാതം സൃഷ്ടിക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് അത് തുളച്ചു കയറുന്നത്, അല്ലെ? ഇനി അമ്യൂസ്മെന്റ് പാർക്കുകളിലുള്ള റൈഡുകളിൽ വളരെ ഉയരത്തിൽ നിന്ന് അതിവേഗത്തിൽ താഴോട്ട് വരുന്ന കുട്ടികൾ തുടർന്ന് മുകളിലേക്ക് പോകുന്നു. അതിന്റെ ആഘാതം എന്ന് പറയുന്ന വാക്കാണ് ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ആക്കം എന്ന് പറയുന്നതിനെ ആഘാതം എന്നുള്ള ഒരു വാക്കുമായിട്ട് താരതമ്യം ചെയ്യാം. വളരെ മുകളിൽ നിന്ന് വരുന്ന സമയത്ത് അതിന്റെ ആഘാതം കൊണ്ട് വീണ്ടും മുകളിലോട്ട് വരും. അത് തന്നെയാണ് ആക്കം എന്ന് പറയുന്നത്. പിന്നുള്ള ഒരു കാര്യം നിങ്ങൾ ഓർമ്മിപ്പിക്കേണ്ടത്, ഇത് മാസിന്റെയും വെലോസിറ്റിന്റെയും സമ്മാണ്. മാസോ വെലോസിറ്റി കൂടി കഴിഞ്ഞാൽ ആക്കവും കൂടും എന്നുള്ളൊരു സംഭവം. മാസിന്റെ വെലോസിറ്റിയാണ് ആക്കം,
ആക്കം എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന വസ്തുവിൽ ഒരു ബലം ഉണ്ടാക്കുന്ന ആഘാതമാണ് എന്നുള്ള കാര്യം കൂടി ഓർത്തിരിക്കുക. ചലിക്കുന്ന വസ്തുക്കൾക്കെല്ലാം ആക്കം ഉണ്ടായിരിക്കും. അതിനാൽ ഏറ്റവും സുരക്ഷിതമായ ബ്രേക്കിങ്ങിന് ചലിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ കുറഞ്ഞത് 10 മീറ്റർ ദൂരമെങ്കിലും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതായത് ഭയങ്കര വേഗത്തിൽ പോകുന്ന ഒരു, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, പെട്ടെന്ന് ബ്രേക്ക് ഇടുമ്പോൾ വീണ്ടും അത് മുന്നോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും അല്ലേ. അപ്പം വളരെ വേഗത്തിൽ ചലിക്കുന്ന വാഹനങ്ങൾക്കിടയിൽ കുറഞ്ഞത് 10 മീറ്റർ എങ്കിലും ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം വണ്ടി ഓടിക്കാൻ എന്നുള്ള ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. ഇനി ബലം ആക്കവ്യത്യാസത്തെ മാത്രമല്ല, ആക്കവ്യത്യാസം സൃഷ്ടിക്കാൻ എടുക്കുന്ന സമയത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ബലം എന്ന് പറയുന്നത് ആക്കവ്യത്യാസത്തെ മാത്രമല്ല, ആക്കവ്യത്യാസം സൃഷ്ടിക്കാൻ എടുക്കുന്ന സമയത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. നിശ്ചിത ആക്കവ്യത്യാസം ഒരു ചെറിയ ഇടവേളയിൽ ഉണ്ടാകാൻ പ്രയോഗിക്കേണ്ട ബലം കൂടുതലായിരിക്കും. അതായത് ഒരു ചെറിയ ഇടവേളയിൽ ഒരു പെർട്ടിക്കുലർ ആക്കവ്യത്യാസം നമുക്ക് അനുഭവപ്പെടണമെങ്കിൽ നമ്മൾ ഒരു വലിയ ഫോഴ്സ് അതിനു വേണ്ടി കൊടുക്കേണ്ടി വരും, വലിയ ബലം നമ്മൾ പ്രയോഗിക്കേണ്ടി വരും. ചുരുക്കത്തിൽ ആക്കവ്യത്യാസ നിരക്ക് കൂടുന്നതിനനുസരിച്ച് ബലവും കൂടുതലായിരിക്കും. ബലത്തിന്റെ പ്രഭാവത്തിന്റെ അടിസ്ഥാന ശിലയാണ് ആക്കം. ആ ഒരു പോയിന്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യാം. ബലത്തിന്റെ പ്രഭാവത്തിന്റെ അടിസ്ഥാന ശിലയാണ് ആക്കം. ബലത്തിന്റെ പ്രഭാവത്തിന്റെ അടിസ്ഥാന ശിലയാണ് ആക്കം. വ്യത്യസ്തമായുള്ള രണ്ട് വസ്തുക്കളിൽ ഒരു നിശ്ചിത ഇടവേളയിൽ ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുകയാണെന്ന് ഇരിക്കട്ടെ. മാസ് കൂടുതലുള്ള വസ്തുവിനേക്കാൾ മാസ് കുറഞ്ഞ വസ്തുവിനായിരിക്കും പ്രവേഗം കൂടുതലായി ലഭിക്കുന്നത്. എന്നാൽ ഈ നിശ്ചിത ഇടവേളകളുടെ അവസാനം രണ്ട് വസ്തുക്കൾക്കും ഉണ്ടാകുന്ന ആക്കം തുല്യമായിരിക്കും. അതായത് ഒരു ഫോഴ്സ്, സെയിം ഫോഴ്സ് ആണ് രണ്ട് വ്യത്യസ്ത വസ്തുക്കൾക്ക് കൊടുക്കുന്നതെങ്കിൽ ഒന്നൊരു മാസ് കൂടിയതും ഒന്നൊരു മാസ് കുറഞ്ഞ വസ്തുവാണെങ്കിൽ മാസ് കുറഞ്ഞ വസ്തുവിന് എന്തുണ്ടാവും? കൂടുതൽ വെലോസിറ്റി ഉണ്ടാവും. മാസ് കൂടിയ വസ്തുവിന് കുറവ് വെലോസിറ്റി ഉണ്ടാവും. പക്ഷെ അവസാനം ഉണ്ടാകുന്ന ആക്കം എന്ന് പറയുന്നത് തുല്യം തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം. അതായത് രണ്ടും ഏതെങ്കിലും ഒന്ന് കൂടിയും കുറഞ്ഞും ഇരിക്കും, പക്ഷെ ആക്കം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. അതായത് ഒരു നിശ്ചിത സമയം കൊണ്ട് വ്യത്യസ്ത വസ്തുക്കളിൽ ഒരേ ബലത്താൽ സൃഷ്ടിക്കപ്പെടുന്ന വ്യത്യാസം തുല്യമായിരിക്കും. ഇതാണ് രണ്ടാം ചലന നിയമത്തിന്റെ സുപ്രധാന ഘടകം. രണ്ട് വ്യത്യസ്ത വസ്തുക്കളുടെ കേസിലാണ് നമ്മൾ രണ്ടാം ചലന നിയമത്തെ കൂടുതൽ പഠിക്കാനായിട്ട് എളുപ്പം. രണ്ട് വ്യത്യസ്ത വസ്തുക്കൾ എടുക്കുന്ന സമയത്ത് അതിലൊരു സെയിം ഫോഴ്സ് കൊണ്ട്, ഒരു തുല്യ ബലം കൊണ്ട് ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് തുല്യമായിരിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം ചെയ്യുന്നത് ബലത്തെ അളക്കുകയാണ്. ഒന്നാം ചലന നിയമം ചെയ്തത് ബലത്തെ ഡിഫൈൻ ചെയ്യുകയായിരുന്നു, ബലത്തെ നിർവചിക്കുകയായിരുന്നു. രണ്ടാം ചലന നിയമം ബലത്തെ അളക്കുകയാണ് ചെയ്യുന്നത്. ഒരു വസ്തുവിൽ ഉണ്ടാക്കുന്ന ആക്ക വ്യത്യാസത്തിന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും കേട്ടോ. അപ്പൊ നിങ്ങളൊന്ന് കൺസിഡർ ചെയ്യാതെ ഒന്ന് ഒരു ഇത് തരിക. ഒരു വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. വ്യത്യാസം ബലത്തിന്റെ അതേ ദിശയിലായിരിക്കും. അതായത് ഒരു വസ്തുവിൽ ഒരു ആക്ക വ്യത്യാസം ഉണ്ടാകുമ്പോൾ ആ വസ്തുവിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് വസ്തുവിൽ പ്രയോഗിക്കുന്ന ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. അതായത് ആ ഫോഴ്സിന് നേരനുപാതത്തിലായിരിക്കും ആ ഫോഴ്സിന്റെ എഫക്റ്റ് എന്ന് പറയുന്നത്. അതാണ് നമ്മൾ കസേര തള്ളുന്ന ഒരു എക്സാമ്പിൾ പറഞ്ഞത്. ഏത് ദിശയിലാണോ നമ്മൾ കസേര തള്ളുന്ന ആ ദിശയിലേക്കാണ് കസേര മൂവ് ചെയ്യുക, ആ ദിശയിലാണ് ആക്സിലറേഷൻ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ ആ വസ്തുവിൽ പ്രയോഗിക്കുന്ന ബാഹ്യബലത്തിന് നേരനുപാതത്തിലായിരിക്കും. വ്യത്യാസം ബലത്തിന്റെ അതേ ദിശയിലായിരിക്കും ആക്ക വ്യത്യാസം എന്ന് പറയുന്നത്. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് ആ ഫോഴ്സിന് നേരനുപാതത്തിലായിരിക്കും. ഫോഴ്സ് ഒരു കുറവ് ഫോഴ്സ് ആണ് കൊടുക്കുന്നെങ്കിൽ അത് കുറച്ച് ദൂരെ മൂവ് ചെയ്യുന്നുള്ളൂ. പക്ഷെ കൂടിയ ഫോഴ്സ് കൊടുക്കുന്ന സമയത്ത് അത് കൂടുതൽ ദൂരം മൂവ് ചെയ്യുന്നുണ്ട്. അതാണ് നേരനുപാതത്തിലായിരിക്കും അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു എക്സാമ്പിൾ നിങ്ങൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഈ ലോ കുറച്ചുകൂടി പഠിക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. ഇനി അതിന്റെ ഒരു എന്താ പറയുന്നത്, അതിന്റെ ഡെറിവേഷൻ ആണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. അപ്പൊ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം അല്ലെ, അതാണ് എന്തെന്ന് പറയുന്നത്, മൊമെന്റം. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക്. അതാണ് നമുക്കിവിടെ നിരക്ക് എന്ന് പറയുന്ന ഒരു പെർട്ടിക്കുലർ ടൈമിൽ ഉണ്ടാകുന്ന ആക്ക വ്യത്യാസം. അതാണ് എം വി മൈനസ് എം യു ബൈ ടി എന്ന് പറയുന്നത്. അതായത് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. അതായത് പെർട്ടിക്കുലർ ടൈമിൽ നമ്മൾ ടൈമിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതാണ് എം വി മൈനസ് എം യു ബൈ ടീനെ നമ്മൾ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് എഴുതിയിരിക്കുകയാണ്. അക്കോർഡിംഗ് ടു ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ വി ഹാവ് എന്താണ്, ഫോഴ്സിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കുമെന്ന് പറഞ്ഞു. അപ്പം എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് എഴുതി. ആ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന സൈൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. എഫ് ഈസ് ഈക്വൽ ടു കെ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി എന്ന് കിട്ടി. ഇനി എഫ് ഈസ് ഈക്വൽ ടു കെ എം എ എന്നെടുത്തു. അതായത് വി മൈനസ് യു ബൈ ടി എന്ന് പറയുന്നത് നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് പറയുന്നത് ആക്സിലറേഷൻ ആണ്. അപ്പൊ ആക്സിലറേഷൻ എന്നുള്ള എ അവിടെ കൊടുത്തു. അപ്പം
K എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. പുട്ടിങ് M ഈസ് ഈക്വൽ ടു 1 kg, A ഈസ് ഈക്വൽ ടു 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ, F എന്താവും 1 ന്യൂട്ടൺ ആവും. അതായത് ഇവിടെ എല്ലാത്തിനും നമ്മൾ 1 kg 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്നുള്ള വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ ആയിരിക്കും. അപ്പൊ കെന്റെ വാല്യൂ അവിടെ എന്തായിട്ടാണ് നമ്മൾ എടുക്കുന്നത്? F ഈസ് ഈക്വൽ ടു കെ എം എയിൽ കെ ഈസ് ഈക്വൽ ടു 1 ആയിട്ട് എടുത്താൽ. അപ്പൊ ഫ്രം ഇക്വേഷൻ 1 വി ഹാവ് F ഈസ് ഈക്വൽ ടു എം എന്ന് കിട്ടും. അതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ എന്ന് പറയുന്നത്. F ഈസ് ഈക്വൽ ടു എം എന്ന് പറയുന്നതാണ് സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ബലത്തിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ ആണ്, നമ്മൾ നേരത്തെ കണ്ടു. CGS യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈൻ ആണ്. വസ്തുവിന്റെ ചലന ദിശയിൽ തന്നെയാണ് ബലം പ്രവർത്തിക്കുന്നത് എങ്കിൽ ആക്ക വ്യത്യാസം പോസിറ്റീവ് ആയിരിക്കും, അതായത് ആക്കം വർദ്ധിക്കും. ഇനി ബലം പ്രവർത്തിക്കുന്നത് വിപരീതമാണെങ്കിൽ വ്യത്യാസം നെഗറ്റീവ് ആയിരിക്കും, അപ്പൊ ആക്കം കുറയും എന്നുള്ള കാര്യം ശ്രദ്ധിക്കാം. നെഗറ്റീവ് ആണെങ്കിൽ ബലം കുറയും. ഓക്കെ, ഇനി നമുക്ക് പറയാനുള്ളത് ടെക്സ്റ്റ് ബുക്കിലെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതെന്താന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കാം, ആക്കത്തിനെ കുറിച്ച് പറയുന്ന പോർഷൻ നമുക്ക് നോക്കാം. ന്യൂട്ടന്റെ രണ്ടാം ചലന നിയമം. ഇവിടെ ആക്കത്തിനെ പറ്റി പറയുന്നുണ്ട്. നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറയുന്നത്. ഉദാഹരണങ്ങളാണ് നൽകിയിട്ടുള്ളത്. ഭാരം കുറഞ്ഞ ഒരു വാഹനവും, ഇവിടെ നോക്കിയാൽ മതി, ഭാരം കുറഞ്ഞ ഒരു വാഹനവും, ഉദാഹരണം ഒരു ചെറിയ കാറും, ഭാരം കൂടിയ ഒരു വാഹനവും, ഉദാഹരണം ഭാരം നിറച്ച ഒരു ട്രക്കും തിരശ്ചീനമായ റോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. ഈ രണ്ട് വാഹനങ്ങൾക്കും ഒരേ സമയത്ത് ഒരേ വേഗം നൽകണമെങ്കിൽ ട്രക്കിന്മേൽ കൂടുതൽ ബലം പ്രയോഗിക്കേണ്ടതുണ്ടല്ലോ. അതുപോലെ ഒരേ വേഗത്തിൽ സഞ്ചരിക്കുന്ന ഭാരം കൂടിയ ഒരു വസ്തുവിനെയും ഭാരം കുറഞ്ഞ വസ്തുവിനെയും ഒരേ സമയം തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമ്പോൾ ഭാരം കൂടിയ വസ്തുവിനെ തടഞ്ഞു നിർത്താൻ കൂടുതൽ ബലം ആവശ്യമായിട്ട് വരും. ഫോഴ്സ് കൂടുതൽ എപ്പോഴാണ് വേണ്ടത്? മാസ് കൂടുന്ന സമയത്താണ്, അല്ലേ? അതേപോലെ ഒരു വലിയ കല്ലും ചെറിയ കല്ലും കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരേ സമയം താഴേക്കിട്ടെന്ന് കരുതുക. താഴെ നിൽക്കുന്ന ഒരാൾക്ക് വലിയ കല്ലിനെ അപേക്ഷിച്ച് ചെറിയ കല്ലിനെ നിഷ്പ്രയാസം പിടിക്കാൻ സാധിക്കും. അതായത് വസ്തുക്കളുടെ ചലനത്തിൽ ബലം പ്രയോഗിക്കുന്നത് മൂലമുള്ള ബലം ഉണ്ടാകുന്നതിന് അവയുടെ മാസ് ഒരു പ്രധാന ഘടകമാണ്. അതായത് ഒരു വലിയ മാസുള്ള ഒരു വസ്തു ഉണ്ടാക്കുന്ന ആഘാതം എന്ന് പറയുന്നത് വലുത് തന്നെയായിരിക്കും. നാം കണക്കിലെടുക്കേണ്ട മറ്റൊരു പ്രധാന വസ്തുത പ്രവേഗമാണ്. തോക്കിൽ നിന്ന് വെടിയുതിർക്കുമ്പോൾ നിശ്ചലാവസ്ഥയിൽ എത്തുന്നതിന് മുമ്പ് ഒരാളുടെ ശരീരത്തിൽ തുളഞ്ഞു കയറാൻ വെടിയുണ്ടയ്ക്ക് കഴിയും. എന്നാൽ അതേ വെടിയുണ്ട ഉപയോഗിച്ച് കുറഞ്ഞ വേഗത്തിലാണ് വെടിയുതിർക്കുന്നതെങ്കിൽ ഉണ്ടാകുന്ന മുറിവ് അത്ര ഗുരുതരമായിരിക്കില്ല. അതായത് ഒരു നിശ്ചിത മാസുള്ള വസ്തുവിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് വസ്തുവിന്റെ ചലനം നിർത്തുന്നതിനായി ഒരു നിശ്ചിത സമയത്ത് പ്രയോഗിക്കേണ്ട വിപരീത ബലത്തിന്റെ ശക്തിയും കൂടുതലായിരിക്കും. വസ്തുവിന്റെ മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണനഫലമായ ആക്കം ചലനത്തെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനമായ ഘടകമാണ്. അതായത് ഇവിടെ രണ്ട് കേസിലും നമ്മൾ ഇതിനെ ചലിപ്പിക്കാൻ ആവശ്യമായ ബലമാണ്, അല്ലെങ്കിൽ ചലനം നിർത്താൻ ആവശ്യമായ ബലത്തിന്റെ കേസാണ് ആഘാതം എന്നുള്ളത് കൊണ്ട്, ആക്കം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഓർത്തു വെക്കുക. ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ആക്കത്തിന് ഉണ്ടാകുന്ന വ്യത്യാസം കൂടുന്നതിനനുസരിച്ച് പ്രയോഗിക്കേണ്ട ബലത്തിന്റെ അളവും കൂടുതലായിരിക്കും. ആക്ക വ്യത്യാസം കൂടുന്നതിനനുസരിച്ച് ബലവും കൂടും. അത് തന്നെയാണ് രണ്ടാം ചലന നിയമം എന്ന് പറയുന്നത്. വളരെ വേഗത്തിൽ വരുന്ന ക്രിക്കറ്റ് പന്ത് പിടിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതുമുഖ ക്രിക്കറ്റ് കളിക്കാരന്റെ കൈക്ക് പരിക്ക് പറ്റുക സാധാരണമാണ്. എന്നാൽ പരിചയസമ്പന്നനായ ക്രിക്കറ്റ് കളിക്കാരനാണെങ്കിൽ വേഗത്തിൽ വരുന്ന പന്ത് അനായാസം പിടിക്കുന്നത് നാം കാണാറുള്ളതാണ്. നമ്മളെല്ലാം ക്രിക്കറ്റ് കാണുന്ന ആൾക്കാരാണ്. അപ്പം ക്രിക്കറ്റ് വരുന്ന ബോൾ പിടിക്കുന്ന സമയത്ത് അവർ കൈ ബാക്കോട്ട് വലിക്കുന്നതായിട്ട് കാണാം. അത് വരുന്ന ബോളിന്റെ ആഘാതം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ബാക്കോട്ട് പിടിക്കുന്ന സമയത്ത് അവർക്ക് അത്രയും വേഗത്തിൽ വരുന്നതിനെ കുറച്ച് സ്ലോ ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ബാക്കോട്ട് പിടിക്കുന്നത്. ഓക്കെ, ഇനി പരിചയസമ്പന്നനായ കളിക്കാരൻ പന്തിനെ തടഞ്ഞു നിർത്താൻ കൈകൾക്ക് കൂടുതൽ സമയം നൽകുന്നതാണ്. പന്ത് പിടിക്കുമ്പോൾ കൈകൾ പിന്നോട്ട് ചലിപ്പിച്ചാണ് ഇത് സാധിക്കുന്നത്. എന്നാൽ ഒരു പുതുമുഖ താരമാണെങ്കിൽ കൈകൾ ഒരു സ്ഥാനത്ത് തന്നെ വെച്ച് കുറഞ്ഞ സമയം കൊണ്ട് പന്തിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു. ഇത് പരിക്കിന് കാരണമാകുന്നു. ഇതിൽ നിന്നും ബലം ആക്കവ്യത്യാസത്തെ മാത്രമല്ല, ആക്കവ്യത്യാസം സൃഷ്ടിക്കാൻ എടുക്കുന്ന സമയത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നതെന്ന് കാണാം. നിശ്ചിത ആക്കവ്യത്യാസം ഒരു ചെറിയ ഇടവേളയിൽ ഉണ്ടാകാൻ പ്രയോഗിക്കേണ്ട ബലം കൂടുതലായിരിക്കും. ചുരുക്കത്തിൽ ആക്കവ്യത്യാസ നിരക്ക് കൂടുന്നതിനനുസരിച്ച് ബലവും കൂടുതലായിരിക്കും. ആക്കവ്യത്യാസത്തിന്റെ നിരക്ക് കൂടുന്നതിനനുസരിച്ച് എന്തും കൂടും? ബലവും കൂടും.
അതായത് ഒരു നിശ്ചിത സമയം കൊണ്ട് വ്യത്യസ്ത വസ്തുക്കളിൽ ഒരേ ബലത്താൽ സൃഷ്ടിക്കപ്പെടുന്ന ആക്ക വ്യത്യാസം തുല്യമായിരിക്കും. ഇതാണ് രണ്ടാം ചലന നിയമത്തിന്റെ സുപ്രധാന സൂചകം. ഒരു നിശ്ചിത സമയം കൊണ്ട് വ്യത്യസ്ത വസ്തുക്കളിൽ ഒരേ ബലത്താൽ സൃഷ്ടിക്കപ്പെടുന്ന ആക്ക വ്യത്യാസം എന്ന് പറയുന്നത് തുല്യമായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്. മേൽപ്പറഞ്ഞ നിരീക്ഷണങ്ങളിലൊന്നും ആക്കത്തിന്റെ സദിശ സ്വഭാവം സ്പഷ്ടമായിരുന്നില്ല. നാം ചർച്ച ചെയ്ത ഉദാഹരണങ്ങളിലെല്ലാം ആക്കത്തിന്റെയും ആക്ക വ്യത്യാസത്തിന്റെയും ദിശ ഒന്ന് തന്നെയായിരുന്നു. എന്നാൽ എപ്പോഴും ഇപ്രകാരം ആവണമെന്നില്ല. ആക്കത്തിന്റെയും ആക്ക വ്യത്യാസത്തിന്റെയും ദിശ എന്ന് പറയുന്നത് എപ്പോഴും ഒരേപോലെ ആയിരിക്കണം എന്നില്ല. അങ്ങനെ അതല്ലാതെ വരുന്ന സന്ദർഭങ്ങളും ഉണ്ടാകാം. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ചരടിൽ കെട്ടിയ ഒരു കല്ലിനെ സമവേഗത്തിൽ തിരശ്ചീന തലത്തിൽ കൂടി കറക്കുന്നു എന്നിരിക്കട്ടെ. ഇവിടെ ആക്കത്തിന്റെ അളവ് സ്ഥിരമാണ്. അതായത് നമ്മളെ ഒരു കല്ല് കയറ് കെട്ടിയിട്ട് അതിനെ കറക്കുകയാണ്. ആ സമയത്ത് ആക്കത്തിന്റെ അളവ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ആ ഫോഴ്സിന്റെ ആഘാതം എന്ന് പറയുന്നത് സ്ഥിരമാണ്. എന്നാൽ അതിന്റെ ദിശ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ആ കല്ല് മൂവ് ചെയ്യുന്ന ദിശ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആക്ക സദിശത്തിന് ഇപ്രകാരം വ്യത്യാസം വരുത്തണമെങ്കിൽ ഒരു ബലം ആവശ്യമാണ്. അങ്ങനെ ദിശ മാറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബലം പ്രയോഗിക്കേണ്ടതുണ്ട്. ആ ബലം പ്രയോഗിക്കുന്നത് എന്താണ്? നമ്മുടെ കയ്യിൽ നിന്ന് ചരടിലേക്കാണ് ഈ ബലം നൽകുന്നത്. ഒരു കല്ലിനെ കൂടുതൽ വേഗത്തിലോ അല്ലെങ്കിൽ ഒരു ചെറിയ ആരമുള്ള വൃത്തത്തിലൂടെയോ ഇത് രണ്ടും കൂടി ചേർന്ന രീതിയിലോ ഒക്കെ കറക്കണമെങ്കിൽ നമ്മൾ കൂടുതൽ ബലം നമ്മുടെ കയ്യിൽ കൊടുക്കേണ്ടതുണ്ട്. ഇത് കൂടുതൽ ത്വരണത്തിനോ അഥവാ ആക്ക വ്യത്യാസം എന്ന സദിശത്തിന്റെ കൂടുതൽ വ്യതിയാനത്തിനോ കാരണമാകാം. ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് കൂടുന്നതിനനുസരിച്ച് പ്രയോഗിക്കേണ്ട ബലവും കൂടും. മനസ്സിലായില്ലേ? നേരത്തെ നമ്മൾ എന്താണോ ലോ എന്ന് പറയുന്നത് അതാണ് ഇവിടെ പറയുന്നത്. ആക്ക വ്യത്യാസത്തിന്റെ ബലം കൊടുക്കുന്ന ബലം കൂടുന്നതിനനുസരിച്ച് ആക്ക വ്യത്യാസത്തിന്റെ നിരക്കും കൂടുമെന്നുള്ളതാണ്. ഇവിടെ നേരത്തെ പറഞ്ഞ ഒരു ചിത്രമാണ്. അതായത് ബാക്കോട്ട് പിടിക്കുന്ന സമയത്ത് അതിന്റെ ആഘാതം കുറയ്ക്കുന്നു എന്നുള്ളൊരു സംഭവം. വസ്തുക്കളുടെ മാസിന്റെയും പ്രവേഗത്തിന്റെയും ഗുണനഫലം അഥവാ ആക്കമാണ് ചലനത്തിൽ ബലത്തിന്റെ പ്രഭാവത്തിന്റെ അടിസ്ഥാന ശില. വ്യത്യസ്ത മാസുള്ള രണ്ട് വസ്തുക്കളിൽ ഒരു നിശ്ചിത ഇടവേളയിൽ ഒരു നിശ്ചിത ബലം പ്രയോഗിക്കുന്നതെന്നിരിക്കട്ടെ. മാസ് കൂടുതലുള്ള വസ്തുവിനേക്കാൾ മാസ് കുറഞ്ഞ വസ്തുവിനായിരിക്കും പ്രവേഗം കൂടുതലായി ലഭിക്കുന്നത്. എന്നാൽ ഈ നിശ്ചിത ഇടവേളയുടെ അവസാനം രണ്ട് വസ്തുക്കൾക്കും ഉണ്ടാകുന്ന ആക്കം തുല്യമായിരിക്കും. അതേപോലെ ഇവിടെ നേരത്തെ കല്ല് കറക്കുന്ന സന്ദർഭത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ആക്കത്തിന്റെ അളവ് സ്ഥിരമായിരുന്നാൽ പോലും ആക്കത്തിന്റെ ദിശ മാറ്റുന്നതിന് ഒരു ബലം ആവശ്യമാണ്. കല്ലിനെ ചരടിൽ കെട്ടി തിരശ്ചീനമായി വർത്തുളപാതയിലൂടെ സമപ്രവേഗത്തിൽ കറക്കുമ്പോൾ നമുക്കിത് അനുഭവപ്പെടാറുണ്ട്. നമ്മൾ ആ കയ്യിൽ ഫോഴ്സ് കൊടുക്കേണ്ടതിന്റെ ഒരു ആവശ്യകത നമുക്ക് അനുഭവപ്പെടാറുണ്ട് അല്ലെ? ഓക്കെ, ഇനി നമുക്ക് ഈ കിട്ടിയ കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന ആക്ക വ്യത്യാസത്തിന്റെ നിരക്ക് പ്രയോഗിക്കുന്ന ബലത്തിന് നേരനുപാതത്തിലും അതിന്റെ ദിശ പ്രയോഗിക്കപ്പെടുന്ന ബലത്തിന്റെ ദിശയിലുമായിരിക്കും. നമ്മൾ നേരത്തെ കസേരന്റെ എക്സാമ്പിൾ ഓർക്കുക. സെയിം കാര്യം തന്നെ ഒന്നുകൂടെ റിപ്പീറ്റ് അടിച്ച് പറയുന്നേ ഉള്ളൂ. അതായത് എഫ് ബലം പ്രയോഗിക്കുന്നത് മൂലം എം മാസുള്ള ഒരു വസ്തുവിന്റെ പ്രവേഗം ഡെൽറ്റ ടി ഇടവേള കൊണ്ട് വിയിൽ നിന്ന് വി പ്ലസ് ഡെൽറ്റ വി ആകുന്നു എന്നിരിക്കട്ടെ. വസ്തുവിന്റെ ആദ്യ ആക്കം പി മൈനസ് എം വിക്ക് ഡെൽറ്റ പി ഈക്വൽ ടു എം വിക്ക് ഡെൽറ്റ പി ഈക്വൽ ടു എം ഡെൽറ്റ വി എന്ന വ്യത്യാസം ഉണ്ടാകുന്നു. രണ്ടാം ചലന നിയമം അനുസരിച്ച് എഫ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. അതായത് ആക്ക വ്യത്യാസത്തിന്റെ നിരക്കാണ് ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്ന് പറയുന്നത്. അതായത് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി. ഇവിടെ കെ എന്നത് അനുപാത സ്ഥിരാങ്കമാണ്. അതായത് കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റി ആണ്. നേരത്തെ നമ്മൾ കണ്ടിരുന്നു. ഇടവേളയുടെ പരിധി ഡെൽറ്റ ടി ടെൻസ് ടു 0 എന്ന് എടുത്തു കഴിഞ്ഞാൽ ഡെൽറ്റ പി ബൈ ഡെൽറ്റ ടി എന്നതിനെ നമുക്ക് ഡെറിവേറ്റീവ് ആയ ടിയിലുള്ള പിയുടെ അവകലന ഗുണാങ്കം ഡിഫറൻഷ്യൽ കോഎഫിഷ്യന്റ് ഡി പി ബൈ ഡി ടി എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് അതായത് ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽ പി ബൈ ഡെൽ ടി എന്ന് പറയുന്നത് ഡി പി ബൈ ഡി ടി ആണ്. അതുകൊണ്ട് എഫ് ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു ഡി പി ബൈ ഡി ടി എന്ന് എഴുതാം. ഇവിടെ പി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു വി ആണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഡി പി ബൈ ഡി ടി ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി എന്ന് എഴുതാം. എം എന്ന് പറയുന്നത് എം മാസുള്ള ഒരു വസ്തുവാണെങ്കിൽ എം കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ എം പുറത്തെടുത്ത് കഴിഞ്ഞാൽ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതാം. ഡി വി ബൈ ഡി ടി നമ്മൾ നേരത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അത് ആക്സിലറേഷൻ ആണ്. അപ്പൊ എം എ എന്ന് എഴുതാം. അതായത് രണ്ടാം ചലന നിയമത്തെ നമുക്ക് എങ്ങനെ എഴുതാം? എഫ് ഈസ് ഈക്വൽ ടു കെ എം എ എന്ന് എഴുതാം. അല്ലെങ്കിൽ കെ ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് എഴുതാം. ബലത്തിന്റെ യൂണിറ്റ് നമ്മൾ നിർവചിച്ചിരുന്നില്ല. സമവാക്യത്തിൽ നിന്നും
ബലത്തിന്റെ യൂണിറ്റ് നിർവചിക്കാനാകും. ഇതിനായി K എന്നതിന് നമ്മുടെ ഇഷ്ടാനുസരണം ഏതെങ്കിലും സ്ഥിര മൂല്യം നൽകുക. അപ്പൊ 1 നൽകുക. അപ്പൊ K1 എന്ന് സങ്കല്പിച്ചാൽ രണ്ടാം ചലന നിയമം അനുസരിച്ച് F is equal to ma എന്നാകും. നേരത്തെ പറഞ്ഞ കാര്യം തന്നെ. SI യൂണിറ്റിൽ 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിൽ 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ത്വരണം സൃഷ്ടിക്കുന്ന അത്രയും ബലത്തെ നമ്മൾ എന്ത് പറയും? ഒരു ന്യൂട്ടൺ ബലം എന്ന് പറയും. ഈ യൂണിറ്റ് ആണ് ന്യൂട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ ബലത്തിനെ അളക്കുന്നു, ബലത്തിന്റെ യൂണിറ്റിനെ അളക്കുന്ന ഒരു ബലത്തിന്റെ യൂണിറ്റ് തരുന്നു, ബലത്തിനെ അളക്കുന്നു എന്ന് നമുക്ക് പറയാം. രണ്ടാം ചലന നിയമം. അപ്പൊ രണ്ടാം ചലന നിയമം അനുസരിച്ച് F is equal to 0 സൂചിപ്പിക്കുന്നത്, F is equal to ma യിൽ F 0 ആയി കഴിഞ്ഞാൽ ആക്സിലറേഷൻ ഒബ്വിയസ്ലി 0 ആവും. അത് തന്നെയാണ് ഒന്നാം ചലന നിയമം പറയുന്നത് അല്ലെ. ബാഹ്യബലം ഇല്ലെങ്കിൽ ത്വരണം ഉണ്ടാവില്ല. അപ്പം രണ്ടാം ബലം റിസൾട്ടിൽ ഒന്നാം ബലം തന്നെ, രണ്ടാം ചലന നിയമം റിസൾട്ടിൽ ഒന്നാം ചലന നിയമം തന്നെ തരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. രണ്ടാം ചലന നിയമം ഒരു സദിശ നിയമമാണ്, അതായത് വെക്ടർ ലോ ആണ്. അപ്പോൾ അതിനെ വെക്ടർ ഇതായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. അതായത് എക്സ് ഡയറക്ഷനിൽ കൊടുക്കുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ഡി പി എക്സ് ബൈ ഡി ടി, അതായത് എം എ എക്സ് എന്ന് കൊടുക്കാം. എഫ് വൈ ഈസ് ഈക്വൽ ടു ഡി പി വൈ ബൈ ഡി ടി എം എ വൈ എന്ന് കൊടുക്കാം. എഫ് സെഡ് ഈസ് ഈക്വൽ ടു ഡി പി സെഡ് ബൈ ഡി ടി എന്ന് കൊടുക്കാം. വിച്ച് ഈസ് ഈക്വൽ ടു എം എ സെഡ് എന്ന് നമുക്ക് കിട്ടും. ഇതിനർത്ഥം ബലം പ്രവേഗത്തിന് സമാന്തരമല്ലെങ്കിൽ, സമാന്തര ദിശയിലല്ലെങ്കിൽ, അതായത് അവ തമ്മിൽ ഒരു കോണളവ് ഉണ്ടെങ്കിൽ ബലത്തിന്റെ ദിശയിലുള്ള പ്രവേഗത്തിന്റെ ഘടകത്തിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. ബാക്കി ലംബമായിട്ടുള്ള ദിശയിൽ എന്തുണ്ടാവില്ല? ഒരു മാറ്റവും സംഭവിക്കില്ല. ഉദാഹരണത്തിന് ലംബമായുള്ള ഗുരുത്വാകർഷണ ബലത്തിന്റെ സ്വാധീനത്തിൽ വിക്ഷേപിക്കപ്പെടുന്ന ഒരു വസ്തുവിന്റെ, നമ്മൾ പ്രൊജക്ടൈലിന്റെ പാത്തിൽ നേരത്തെ കണ്ടിരുന്നു, പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ വിക്ഷേപിക്കപ്പെടുന്ന പ്രവേഗം ഒരു മാറ്റവും ഇല്ലാണ്ട് തുടരുന്നുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു. ഇനി അത് തന്നെയാണ് ഒരു ട്രെയിനിൽ നിന്ന് ഒരു ബോൾ പുറത്തേക്ക് എറിയുന്ന ഒരു കേസ് പറഞ്ഞിട്ടുണ്ട്. അവിടെ തൽക്ഷണ ത്വരണം എന്നത് ആ സമയത്ത് പ്രയോഗിക്കുന്ന ബലത്തെ ആശ്രയിച്ചിരിക്കുന്നു. ത്വരണം സംഭവിച്ച ട്രെയിനിൽ നിന്ന് പുറത്തേക്ക് ഇട്ട ഒരു കല്ല്, ത്വരണം സംഭവിച്ചു കഴിഞ്ഞാൽ അത് പുറത്തേക്ക് ഇട്ടു, ആ നിമിഷത്തിന് ശേഷം ബലം അനുഭവപ്പെടുകയൊന്നുമില്ല. പിന്നെ ഒരു ബലമൊന്നും ഉണ്ടാവില്ല. പിന്നെ അതിന് ഹൊറിസോണ്ടലി എന്തുണ്ടാവില്ല? തിരശ്ചീനമായിട്ടൊരു ത്വരണം ഉണ്ടാവുകയോ ഇല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പിന്നെ ഇതൊരു സിംഗിൾ പോയിന്റ് ഒബ്ജക്റ്റിന്, സിംഗിൾ പോയിന്റ് പാർട്ടിക്കിളിന് വേണ്ടി മാത്രമുള്ള ഒരു നിയമമാണ് F is equal to ma എന്ന് പറയുന്നത്. അപ്പൊ F എന്നത് ഒറ്റ വസ്തുവിൽ പ്രയോഗിക്കപ്പെടുന്ന ഒരു എഫക്റ്റീവ് ഫോഴ്സ് ആണ്, എഫക്റ്റീവ് എക്സ്റ്റേണൽ ഫോഴ്സ് ആണ്, സഫല ബാഹ്യബലമാണ്. A എന്നത് ഈ വസ്തുവിന്റെ ത്വരണവുമാണ്. എന്നാൽ ഇതേ നിയമം ഒരു ദൃഢവസ്തുവിനും കണികകളുടെ ഒരു വ്യൂഹത്തിനും ഒരേപോലെ ബാധകമാണ്. ഒരു യൂണിവേഴ്സൽ ലോ ആണ് ഇത് എന്ന് പറയുന്നത്. ഇവിടെ F എന്നത് ആ വ്യൂഹത്തിൽ പ്രവർത്തിക്കുന്ന സഫല ബാഹ്യബലവും A ആ വ്യൂഹത്തിന്റെ ത്വരണവുമാകുന്നു. കൃത്യമായി പറഞ്ഞാൽ A എന്നത് ആ വ്യൂഹത്തിന്റെ ദ്രവ്യമാന കേന്ദ്രത്തിന്റെ ത്വരണമാണ്. ഇതിനെക്കുറിച്ച് അധ്യായം 7 വിശദമായിട്ട് നമ്മൾ പഠിക്കും അടുത്ത ചാപ്റ്ററിൽ എന്നാണ് പറയുന്നത്. ഒരു വ്യൂഹത്തിൽ പ്രവർത്തിക്കുന്ന ആന്തരിക ബലങ്ങളെ ഒന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, F എന്ന ബലത്തിൽ ഉൾപ്പെടുത്തുന്നില്ല. മറിച്ച് നമ്മൾ എക്സ്റ്റേണൽ ഫോഴ്സിനെയാണ്, നമ്മളെ ബാഹ്യബലത്തിനെയാണ് നമ്മൾ F എന്ന കേസിൽ പറയുന്നത്. ഒരു പ്രത്യേക സ്ഥലത്ത് പ്രയോഗിക്കപ്പെടുന്ന F എന്ന ബലത്തെയും ആ ബലം പ്രയോഗിക്കപ്പെടുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന A എന്ന ത്വരണത്തിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്നതാണ് രണ്ടാം ചലന നിയമം. നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തെയാണ്, ഇന്റേണൽ ഫോഴ്സ് ഒന്നും കൺസിഡർ ചെയ്യുന്നത്, നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തെയും ആ ബലം പ്രയോഗിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന ആക്സിലറേഷനെയും ത്വരണത്തെയുമാണ് രണ്ടാം ചലന നിയമത്തിൽ കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് ആ സ്ഥാനത്ത് ഒരു നിശ്ചിത സമയത്ത് ഉണ്ടാകുന്ന ത്വരണം എന്തെന്ന് നിർണ്ണയിക്കുന്നത് ആ സമയത്ത് അവിടെ പ്രവർത്തിക്കുന്ന ബലമാണ്. അല്ലാതെ അതിനു മുൻപ് വസ്തുവിന് ഉണ്ടാകുന്ന ചലനത്തിന്റെ അവസ്ഥയൊന്നും അതിനെ സ്വാധീനിക്കുന്നില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു പ്രോബ്ലം തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തു നോക്കുക. അപ്പൊ ഇന്ന് ഇത്രയാണ് നമ്മൾ ഈ ക്ലാസ് പറയാൻ ഉദ്ദേശിക്കുന്നത്, ആക്കം എന്താണെന്നുള്ള. നമുക്ക് കോൺസെപ്റ്റ് വേഗം ക്ലിയർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് പോവാം. അപ്പം ഒരു വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് വേഗം ക്ലാസ് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനിത് ദിവസം ഇടാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പൊ എല്ലാവരും കൂടുതൽ ഇത് എന്ത് ചെയ്യുക, കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് എത്തിക്കുക, മാക്സിമം ആളുകൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ടോപ്പിക്സുമായിട്ട് റിലേറ്റഡും അല്ലെങ്കിൽ ഫിസിക്സുമായിട്ടോ കെമിസ്ട്രിയായിട്ടോ റിലേറ്റഡ് ആയിട്ട്, എക്സാമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താൽ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോട്ടിഫിക്കേഷൻ അമർത്തിയിട്ടുണ്ട്, ബെല്ലൈക്കൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരും. അപ്പോൾ ഞാൻ വീഡിയോ ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് പഠിച്ചു പോകാം. അപ്പോൾ ഞാൻ മാക്സിമം കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്തിട്ട് മാക്സിമം വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടും കൂടെ അതിന് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.